ഹലോ. അപ്പോൾ ഞാൻ എന്താ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2020 വേൾഡ് കപ്പ് നടക്കുകയല്ലേ ക്രിക്കറ്റിൻ്റെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര ഒരു ക്രിക്കറ്റ് ഫാനാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ക്രിക്കറ്റൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് വീണ്ടും ക്രിക്കറ്റ് കാണാൻ ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടം കാണാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര കളിയായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസുമായിട്ട്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയൊന്നും നമുക്കല്ല, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങി. ഞാൻ കണ്ടപ്പോൾ എന്തൊരു ഷോട്ടാണ് സഞ്ജുവിൻ്റെ, അടിപൊളിയായിരുന്നു സഞ്ജുവും. പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ സഞ്ജുവും അതുപോലെ തന്നെ ആരായിരുന്നു, കിഷനുമായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു കൂട്ടുകെട്ട് അടിപൊളിയെന്ന് വെച്ചാൽ കിഷനും അതുപോലെ ബാറ്റിങ്, അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ ബാറ്റിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുന്നേ അഭിഷേക് ഔട്ടായിരുന്നു. ഞാൻ അഭിഷേക് ഔട്ടായത് കണ്ടില്ല. പക്ഷേ ഇവർ നല്ലൊരു കൂട്ടുകെട്ട്, കിഷനും അതുപോലെ തന്നെ സഞ്ജുവും നല്ലൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു കളിയിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിഷൻ ഔട്ടായി പോയി. അതിനുശേഷം ഡൂബെ വന്നു. അടിപൊളി 6 അതുപോലെ തന്നെ സഞ്ജു നന്നായിട്ട് കളിച്ചു വരായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജാക്സിൻ്റെ ബൗളിങ്ങിലാണെന്ന് തോന്നുന്നു സഞ്ജു ഔട്ടായി. എനിക്ക് തോന്നുന്നു 89 സ്കോറ്. അതായത് ഈ 2020 വേൾഡ് കപ്പിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എടുത്തതിൽ ഇന്ത്യയിലാണെന്ന് തോന്നുന്നു കോഹ്ലിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഓക്കെ അതിനെ മറികടക്കും സഞ്ജു എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സഞ്ജു ഔട്ടായി. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ലൊരു സ്കോർ തന്നെ സഞ്ജു എടുത്തു. കാരണം ബോൾസ് കുറവാണ് കേട്ടോ. ബോൾസ് എത്രയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, വളരെ കുറവാണ്. അതിൽ നിന്നാണ് ഈ 81 സഞ്ജു എടുത്തിരിക്കുന്നത്. റൺസ് 89 എടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സ്കോർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. സൂപ്പർ കളിയായിരുന്നു സഞ്ജു. അടിപൊളി. ഞാൻ വീണ്ടും ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയതിൽ എനിക്ക് ഒട്ടും സങ്കടമല്ല. പക്ഷെ നന്നായിട്ട് കളിച്ചിട്ട് തന്നെയാണ് സഞ്ജു ഔട്ടായത്. സോ ഞാൻ ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. സോ ഇതിൻ്റെ ഈ ഒരു എൻ്റെ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.